അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരിക്കൽ സ്വർഗവും നരകവും തമ്മിൽ ശക്തമായ തർക്കമുണ്ടായി. നരകം പറഞ്ഞു, ഫിയൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ, അഹങ്കാരികളും സ്വേച്ഛാധിപതികളും എന്നിലാണ് എന്ന് നരകം വാദിക്കുകയാണ്. സ്വർഗം പറഞ്ഞു, ഫിയൽ ളുഅഫാ ഉന്നാസി വ മസാകീനുഹും, സമൂഹത്തിലെ ദുർബലരും സാധുക്കളുമായ ആളുകളാണ് എന്നിലെന്ന് പറഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, സ്വാഭാവികമായും സ്വേച്ഛാധിപതികളായ അഹങ്കാരികളായ ആളുകൾ നിൽക്കുന്ന ഭാഗം എപ്പോഴും മുന്നിലായിരിക്കുമല്ലോ. അവരായിരിക്കും ഉയർന്നു നിൽക്കുന്നവർ. സമൂഹത്തിൽ വലിയ മേലാളന്മാരായി നിൽക്കുന്ന ആളുകൾ സ്വാഭാവികമായും അപ്രകാരമായിരിക്കുമല്ലോ. എന്നാൽ സ്വർഗത്തിലാണെങ്കിലോ സാധുക്കളായ ആലംബഹീനരായ അശരണരായ ആളുകളാണ്. അപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ തർക്കിക്കുകയാണ്. ഞാനാണ് വലിയ ആളുകൾ ഉള്ള, ഞാനാണ് ഏറ്റവും വലുത്. സ്വർഗം പറയുന്നു, സാധുക്കളാണ് എന്നിലുള്ളത്, അതുകൊണ്ട് ഞാനാണ് മുകളിലുള്ളത്. അവർ തമ്മിൽ വലിയ തർക്കം രൂക്ഷമായപ്പോൾ അള്ളാഹു ഇടപെടുകയാണ്. അള്ളാഹു പറയുന്നു, നരകമേ, നീ എൻ്റെ ശിക്ഷയാണ്. നിന്നിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും, നിന്നെ ഞാൻ നിറച്ചും തരുന്നതാണ് എന്ന്. സ്വർഗത്തിനോട് പറഞ്ഞു, സ്വർഗമേ, നീ എൻ്റെ അനുഗ്രഹമാണ്. നിന്നിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നവരെ അനുഗ്രഹിക്കും, നിന്നെയും ഞാൻ നിറച്ചു തരുമെന്ന് സ്വർഗത്തിനോടും അള്ളാഹു പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി നമുക്ക് കാര്യങ്ങൾ നിർവചിച്ചു തരികയാണ്. സമൂഹത്തിൻ്റെ ഇടയിൽ പാവങ്ങളായ സാധുക്കളായ ആളുകളെ പരിഗണിക്കാതെ അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയും മേലാളന്മാരായും പൊങ്ങച്ചത്തോടെയും പുളകത്തരത്തോടെയും ഞാനാണ് എല്ലാത്തിനും മീതെ എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാര ഭാവത്തോടുകൂടെ നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശക്തമായ ശിക്ഷ നൽകുമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അഹങ്കാരം എന്നുള്ളത് വലിയ മോശപ്പെട്ടൊരു സ്വഭാവമാണ്. സത്യത്തെ നിഷേധിക്കുക, ആളുകളെ പുച്ഛത്തോടുകൂടെ കണക്കാക്കുക, ഇതാണ് അഹങ്കാരം. സഹോദരങ്ങളെ, ആരെങ്കിലും ഒരു സത്യം പറഞ്ഞാൽ നമ്മളെക്കുറിച്ച്, നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച്, നമ്മുടെ ജീവിത ശൈലിയെക്കുറിച്ച്, നമ്മുടെ ഇടപെടലുകളെക്കുറിച്ച്, നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആരെങ്കിലും നമ്മളെ ഉപദേശിക്കാൻ വരുമ്പോൾ, അതല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച്, സത്യമതത്തെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് നമ്മളോട് പറയുമ്പോൾ, പ്രതിപാദിക്കുമ്പോൾ അതിനെ നിഷേധിക്കുന്നു. അങ്ങനെയൊന്നുമല്ല, ഞാൻ പറയുന്നതാണ്, ഞാൻ പിടിച്ച മുയലിനാണ് 3 കൊമ്പ് എന്ന് പറയുന്നത് പോലെ ധാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടു കൂടെ കാണുന്നു. മറ്റൊന്ന്, ആളുകളെ പുച്ഛിക്കുകയാണ്, ആളുകളെ നിസ്സാരന്മാരായി കാണുക. ഞാനാണ് വലിയ ആള്, എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ ആരും എന്ന് പറഞ്ഞുകൊണ്ട് പുളകത്തരത്തോടെ അഹങ്കാരത്തോടുകൂടെ ബാക്കിയുള്ളവരെല്ലാം നിസ്സാരമായി, നീ എന്ത്, ഞാനല്ലേ ഇവിടുത്തെ വലിയ ആള്, എനിക്കാണ് പണമുള്ളത്, പ്രതാപമുള്ളത്, കുടുംബമുള്ളത്, അതുപോലെ തന്നെ ഞാനാണ് സമൂഹത്തിൽ വലിയ ആള്, ഞാൻ പറയുന്നതാണ് ആളുകൾ കേൾക്കുക എന്നൊക്കെയുള്ള ധാർഷ്ട്യ സ്വഭാവത്തിൻ്റെ ഉടമകൾ നരകത്തിൻ്റെ വിറകുകളായിരിക്കുമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അഹങ്കരിക്കാൻ പാടില്ല. ഈ ലോകത്ത് നാം എന്ത് കണ്ടിട്ടാണ് അഹങ്കരിക്കുന്നത്? പണം കണ്ടിട്ടാണോ? അതല്ലെങ്കിൽ നമ്മുടെ പ്രതാപം കണ്ടിട്ടാണോ? അതല്ലെങ്കിൽ നമ്മുടെ കുടുംബമഹിമ കണ്ടിട്ടാണോ? അതല്ലെങ്കിൽ നമ്മുടെ സംഘബലം കണ്ടിട്ടാണോ? അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടിട്ടാണോ? ഭൗതികമായ ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടാണോ? പ്രിയപ്പെട്ടവരെ, ഈ പണത്തിനും അതല്ലെങ്കിൽ നാം ഇങ്ങനെ വലിയ കാര്യമായി കണക്കാക്കുന്ന നമ്മുടെ പ്രതാപത്തിനൊന്നും നമ്മളെ സഹായിക്കാൻ സാധിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. ഇതെല്ലാം ഈ ഭൗതികമായ ഒരാഡംബരത്തിൻ്റെ രസങ്ങൾ മാത്രമാണ്. നോക്കൂ, നാം വലിയ മേലാളന്മാരായി അഹങ്കാരികളായി പാവങ്ങളായ സാധുക്കളായ ആളുകളെ അവഗണിച്ചുകൊണ്ട് നടക്കുമ്പോൾ, നമുക്കൊരാപത്ത് വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ നമ്മളുടെ അരികിലേക്ക് ഓടി വരാൻ ഈ സാധുക്കളായ പാവങ്ങളായ ആളുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നാം എന്ത് കണ്ടിട്ടാണ് അഹങ്കരിക്കുന്നത്? നമ്മുടെ ഈ ആരോഗ്യം കണ്ടിട്ടാണോ? ഒരു ചെറിയൊരു രോഗം വന്നാൽ നമ്മുടെ ആരോഗ്യമെല്ലാം തീർന്നു പോകും. നമ്മുടെ പണം കണ്ടിട്ടാണോ? പ്രിയപ്പെട്ടവരെ, ധാരാളം പണമുണ്ടെങ്കിലും ഒരു രോഗം വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറയുന്നു, നിങ്ങളെ ഇനി രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പണം കൊണ്ട് എന്ത് പ്രയോജനമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? ഒരിക്കലും അതൊന്നും നമുക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളെയല്ല. അതുകൊണ്ട് നാം ഈ ഭൂമിലോകത്ത് ജീവിക്കുമ്പോൾ പുളകത്തരവും അഹങ്കാരവും ധാർഷ്ട്യവും കിബുറും പൊങ്ങച്ചതരവും കാണിക്കാതെ വിനയത്തോടുകൂടെ നടക്കാൻ നാം ശ്രമിക്കണം. നമ്മുടെ സഹജീവികളായ ആളുകളെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സമീപത്തുള്ള അശരണരായ ആലംബഹീനരായ ദാരിദ്ര്യത്തിൻ്റെയും പ്രയാസങ്ങളുടെയും നെരിപ്പോടിൽ ഞെരിഞ്ഞമർന്ന ധാരാളം ആളുകൾ നമുക്കിടയിൽ വസിപ്പുണ്ട്. അവരെ കണ്ടെത്തണം, അവരെ നമ്മളുടെ അടുക്കലേക്ക് ചേർത്ത് നിർത്തണം. നമുക്ക് കഴിയും വിധത്തിൽ അവരെ സഹായിക്കാൻ സാധ്യമാകണം. പ്രിയപ്പെട്ടവരെ,
അവരാണ് സ്വർഗത്തിൽ ആദ്യം പോകുന്നവർ. അവരോടൊപ്പം നിന്നാൽ നമുക്കും സ്വർഗത്തിൽ കയറാൻ സാധ്യമാകുമെന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൂടെ കാണാൻ കഴിയും, സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോൾ സ്വർഗത്തിന്റെ വളയം പിടിക്കുന്നത് ഞാനാണ് ആദ്യം. സ്വർഗത്തിന്റെ വളയം പിടിച്ചുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാണ് എന്ന ചോദ്യമുണ്ടാകും. ഞാൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയും ആദ്യം സ്വർഗം തുറക്കരുത് എന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സ്വർഗത്തെ കാക്കുന്ന മലക്ക് പറയുമെന്നാണ്, സ്വർഗത്തിന്റെ സെക്യൂരിറ്റിയായ മലക്ക് പറയുമെന്നാണ്. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഞാനാണ്. എന്നോടൊപ്പമുള്ളത് സാധുക്കളായ, ളുഅഫാക്കളായ, ഫുഖറാക്കളായ ആളുകളായിരിക്കുമെന്ന് സയ്യിദുൽ കൗനൈൻ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയുന്നുണ്ട്, പ്രതാപവും കിബറും ഒക്കെ എൻ്റെ മുണ്ടും എൻ്റെ ഉത്തരീയവും ഒക്കെയാണ്. പ്രതാപം എന്നുള്ളത് എൻ്റെ മേൽമുണ്ടാണ്, അതോടൊപ്പം തന്നെ കിബർ എന്നുള്ളത് എൻ്റെ ഉടുമുണ്ടാണ്. അതിനോട് നിങ്ങളാരും മത്സരിക്കാൻ നിൽക്കേണ്ടതില്ല, അതെനിക്ക് അവകാശപ്പെട്ടതാണ്. ഈ ലോകവും അതിലുള്ള സർവ്വചരാചരങ്ങളെയും കൃത്യമായി നിയന്ത്രിച്ചു പോരുന്നത് ഞാനാണ്. അപ്പോൾ എനിക്കാണ് അഹങ്കരിക്കാൻ ഏറ്റവും മേന്മയുള്ളത്. പക്ഷേ അള്ളാഹു അഹങ്കാരിയാണ് എന്ന് പറയുമ്പോൾ, അള്ളാഹു മുത്തക്കബ്ബിറാണ് എന്ന് പറയുമ്പോൾ, എനിക്കാണ് അഹങ്കരിക്കാൻ വകയുള്ളത് എന്ന് പറയുമ്പോഴും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എത്രത്തോളം കാരുണ്യത്തോടെയാണ് നമ്മളോടെല്ലാം പെരുമാറിക്കൊണ്ടേയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അഹങ്കാരത്തിൻ്റെ സ്വഭാവം നമ്മളുടെ മേൽ പതിച്ചാൽ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യമാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ വിനയത്തിൻ്റെ അങ്ങേയറ്റത്തെ ആളുകളായി നാം ഓരോരുത്തരും മാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിനയത്തിൻ്റെ പര്യായമായിരുന്നു. നബി തങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക് ആരെങ്കിലും വന്നാൽ അവർക്കിരിക്കാൻ സ്ഥലമുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി നബി തങ്ങളുടെ തട്ടമെടുത്തിട്ട് അവർക്ക് വിരിച്ചു കൊടുക്കുമായിരുന്നു. എത്ര വിനയമായിരുന്നു! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും വർത്തമാനം പറയണമായിരുന്നു എങ്കിൽ, ലോകത്തിന്റെ ചക്രവർത്തിയാണ്, അറേബ്യയുടെ മുത്തുമോനാണ് താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി തങ്ങളോട് എന്തെങ്കിലും പരാതിയോ പരിഭവമൊക്കെ പറയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ ക്ഷണിക്കുന്നിടത്തേക്ക് നബി തങ്ങൾ പോയി അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം നബി തങ്ങൾ കേട്ട് പരിഹരിക്കുമായിരുന്നു. നബിയാണ് പരിഹാരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്ക്. നബി തങ്ങൾക്ക് വേണമെങ്കിൽ സഹാബാക്കളെയെല്ലാം പറഞ്ഞയച്ചുകൊണ്ട് അത് പരിഹരിക്കാമായിരുന്നു. അല്ല, നബി തങ്ങൾ നേരിട്ട് ചെന്ന് ആ പ്രശ്നങ്ങളെ, സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പോലും അവിടെ ചെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഹരിച്ചു കൊടുക്കുമായിരുന്നു. അതാണ് ലോകം വാഴ്ത്തപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നാമനായി തീരാൻ മുത്തായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധ്യമായത്. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ അഹങ്കാരത്തിൻ്റെ ഏതെങ്കിലും അണുവിൻ്റെ അളവെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരത്തിൻ്റെ ദുർസ്വഭാവമുണ്ട് എങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. രക്ഷപ്പെടണമെങ്കിൽ വിനയം വേണം. മറ്റുള്ളവരെ പരിഗണിക്കാനും അവരോട് മാന്യമായി ഇടപെടാനുമെല്ലാം നമുക്ക് സാധ്യമായാൽ ഈ ലോകത്തും പരലോകത്തും നമുക്ക് വിജയിക്കാൻ സാധ്യമാകുമെന്നുള്ളതാണ്. നാം മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യാനും അത്തരം ആളുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് സഹോദരങ്ങളെ. ആയതിനാൽ വിനയമെന്നുള്ളത് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഏറ്റവും മഹത്തായ നമ്മുടെ ജീവിത ശൈലിയായി നാം ഓരോരുത്തരും മാറ്റണം. അഹങ്കാരം എന്നുള്ളത് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വന്നുകൂടാത്ത ഏറ്റവും മോശമായ സ്വഭാവമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്നെല്ലാം അത് പറിച്ചു മാറ്റിക്കൊണ്ട് അള്ളാഹുവിലേക്ക് വിനയപ്പെടുന്ന ഏറ്റവും മഹിതമായ സ്വഭാവത്തിൻ്റെ ഉത്കൃഷ്ടതയിലെത്തുന്ന നല്ലവരായി നാം ഓരോരുത്തരും മാറണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിനയമുള്ളവരായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അഹങ്കാരികളായി പിശാചിൻ്റെ സ്വഭാവത്തിലും ആ ഒരു രീതിയിലേക്കും പോകാതെ മാന്യമായി ജീവിക്കുന്നവരായി അള്ളാഹു നമ്മളെല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.